അങ്ങനെ മെഗാ കാർണിവലിൽ നക്ഷത്ര തടാകമൊന്നും പോരാ, അതിനേക്കാൾ ഗംഭീരമായി സാധാരണ പുതുവർഷ തലേന്ന് ഒരു പാപ്പാഞ്ഞിയാണ് കത്തിക്കുന്നതെങ്കിൽ ഇത്തവണ ഫോർട്ട് കൊച്ചിയിൽ കത്താൻ പോകുന്നത് 2 പാപ്പാഞ്ഞിയാണ്. വെളി ഗ്രൗണ്ടിൽ പാപ്പാഞ്ഞിയെ കത്തിക്കാൻ ഉപാധികളോടെ അനുമതി നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി. കർശന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നാണ് നിർദ്ദേശം. പാപ്പാഞ്ഞിയുടെ ചുവട്ടിൽ നിന്ന് 70 അടി അകലത്തിൽ സുരക്ഷാ ബാരിക്കേഡ് നിർമ്മിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. പോലീസിന് നോട്ടീസ് ചോദ്യം ചെയ്ത് സംഘാടകരായ ഗാലാഡി ഫോർട്ട് കൊച്ചി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം എത്തുന്നു. അർജുൻ മട്ടന്നൂർ, ഇത്തവണ ഫോർട്ട് കൊച്ചിയിൽ ഡബിൾ കാർണിവൽ ആയിരിക്കും, ഡബിൾ ആഘോഷമായിരിക്കും അല്ലേ? ഉറപ്പായും സുജി, അങ്ങനെ തന്നെയാണ്. ഇത്തവണ വലിയ ആഘോഷമായിരിക്കും ഫോർട്ട് കൊച്ചിയിൽ ഉണ്ടാവുക. സാധാരണ പരേഡ് ഗ്രൗണ്ടിൽ ഒരു പാപ്പാച്ചിയെ കത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം. പക്ഷേ ഇത്തവണ 2 പാപ്പാഞ്ഞിമാരുണ്ടാകും. ഒന്ന് പരേഡ് ഗ്രൗണ്ടിലാണെങ്കിൽ മറ്റേത് ഏതാണ്ട് 2 കിലോമീറ്റർ അകലെയുള്ള വെളി ഗ്രൗണ്ടിലായിരിക്കും. എന്തായാലും നേരത്തെ വലിയ വിവാദമുണ്ടായിരുന്നു. ഒരു സ്വകാര്യ ക്ലബ്ബായ ഗലാഡിയ ഇത്തരത്തിൽ ഈ വെളി ഗ്രൗണ്ടിൽ കൂടി പാപ്പാഞ്ഞിയെ സ്ഥാപിക്കാൻ ഒരുങ്ങിയതിന് പിന്നാലെ പോലീസ് അതിന് തടസ്സവുമായി മുന്നോട്ട് വന്നിരുന്നു. ഇത്തരത്തിൽ 2 പാപ്പാഞ്ഞിമാരെ കത്തിക്കുക അസാധ്യമാണ്. അത് സ്വാഭാവികമായും അത്തരത്തിൽ ഈ 2ഇടത്തും സുരക്ഷയൊരുക്കുക പോലീസിന് സാധ്യമല്ല എന്നായിരുന്നു പോലീസ് അറിയിച്ചത്. ഇതിന് പിന്നാലെ വലിയ വിവാദവും വലിയ ചർച്ചയുമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതിന് പിന്നാലെയാണ് ഈ ക്ലബ്ബ് ഹൈക്കോടതിയെ സമീപിച്ചത്. തങ്ങൾക്കും പാപ്പാഞ്ഞിയെ കത്തിക്കണം എന്നൊരാവശ്യവുമായാണ് അവർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഒടുവിൽ ഹൈക്കോടതി അതിന് സമ്മതിച്ചിരിക്കുന്നു. ചില ഉപാധികളുണ്ട് എന്നുള്ളത് മാത്രം. അതായത് പരേഡ് ഗ്രൗണ്ടിലും വെളി ഗ്രൗണ്ടിലും പാപ്പാഞ്ഞിയെ കത്തിക്കാം. പക്ഷേ 70 അടി അകലെ ഇത്തരത്തിൽ ബാരിക്കേഡ് ഉണ്ടാകണം. നേരത്തെ അത് 40 അടി ദൂരത്തിലായിരുന്നു ബാരിക്കേഡ് സ്ഥാപിച്ചിരുന്നത്. അത് 70 അടി ദൂരത്തിലേക്ക് അത് മാറ്റണം. മാത്രമല്ല വലിയ പാപ്പാഞ്ഞി ആയതുകൊണ്ട് തന്നെ കത്തിക്കുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ കൂടുതൽ ദൂരപരിധി വെക്കാനുള്ള ഒരു കാരണം. എന്തായാലും പോലീസിനോട് കൃത്യമായ സുരക്ഷ നൽകണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി 4 ദിവസം മാത്രമാണ് ന്യൂ ഇയറിന് ബാക്കിയുള്ളത്. എന്തായാലും ഇനി ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമോ എന്നത് വ്യക്തമല്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ 2 പാപ്പാഞ്ഞിമാരുണ്ടാകും. ലക്ഷക്കണക്കിന് ആളുകൾ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തും. ഇവർക്കെല്ലാവർക്കും 2ഇടത്തിരുന്ന് ഇപ്പോൾ ഈ ന്യൂ ഇയർ ആഘോഷത്തിൽ പങ്കെടുക്കാം. ഒന്ന് പരേഡ് ഗ്രൗണ്ടിലും ഒന്ന് വെളി ഗ്രൗണ്ടിലും.